ഡെയിലി ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുന്ന ഒരുപാട് പേര് കാണും. അത് കുട്ടികൾക്കായാലും മുതിർന്ന എന്താണ് നമ്മുടെ നല്ല ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇതിനെല്ലാം ഹെൽത്തി നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിലും ഉണ്ട്. എന്നാലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ഞാൻ സൈഡിൽ ഒരു ഡോക്ടറല്ല, ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പക്ഷേ ഞാൻ ഹെൽത്തി ഡ്രിങ്ക് കുടിക്കാറുണ്ട്. ഹെൽത്തി എന്ന് പറയുമ്പോൾ മഞ്ഞപ്പൊടി നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് മഞ്ഞൾ വേണം, ഒരുപാട് വേണ്ട. ഹെൽത്തി എന്ന് പറയുമ്പോൾ ആൻറ്റി ഏജിങ്ങിന് ഫേസിന് നല്ലൊരു പാക്കാണ്. അതുകൊണ്ടാണ് സ്കിൻ ഗ്ലോയ്ക്ക് മാരേജ് ടൈമിൽ എപ്പോഴും ഹെൽത്തി ഫംഗ്ഷൻ വെക്കാറുള്ളത്. അതും ഏറ്റവും മെയിനാണ്. പിന്നെ ഹെൽത്തി ഡ്രിങ്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹൽദി നമ്മുടെ ടേമറിക്ക് പോലെ തന്നെ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. സോ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കുറച്ച് ജിഞ്ചർ ഡെയിലി ഉപയോഗിക്കാൻ നോക്കുക. ഇഞ്ചി എന്ന് പറയുന്നത് ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ കറുകപ്പട്ട, സിനമണ്ണും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻറ്റി ഏജിങ് ടൈപ്പിൽ വരുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം. പെപ്പർ പിന്നെ വരുന്ന ഫിനൽ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. അപ്പോൾ ഇത്രയും പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ, നമുക്കപ്പോൾ യൂസ് ചെയ്യാം നമ്മുടെ സ്വീറ്റ് കാരൻ കോഫിയുടെ എന്താണ് ഗോൾഡൻ മിൽക്ക് മിക്സ് പ്രോഡക്റ്റ്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു നല്ലൊരു ഫ്ലേവർ. ടർമറിക് എന്ന് പറയുമ്പോൾ നമുക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഫ്ലേവർ, ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് കുടിക്കാൻ പറ്റും. ഒത്തിരി കുഴപ്പം വേണ്ട. ലോ ഫാറ്റ് വരുന്ന മിൽക്ക് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആവശ്യത്തിന് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരാണ് നമ്മളപ്പോൾ വെയിറ്റ് കൂട്ടണോ, ഒത്തിരി കലോറീസ് നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ല. കുറച്ചെടുത്താൽ മതി. കുറച്ച് മിൽക്ക് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പൗഡർ ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒത്തിരി ഇല്ല. ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ബെസ്റ്റാണ് ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, വാങ്ങിക്കാൻ പറ്റുന്ന ഗുഡ് ഫ്ലേവറിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഹെൽത്തി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 125 ഗ്രാം വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 299 ആണ് വരുന്നത്. ഞാൻ എന്തായാലും നമ്മുടെ ഫ്ലിപ്പിലോ മറ്റിലും ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഒരു 100 റുപ്പീസ് എന്തായാലും കുറച്ച് കിട്ടും. ഞാൻ ആഡ് ചെയ്യുന്ന മിക്ക പ്രോഡക്ട്സിലും 100 റുപ്പീസ് അത്രയും ഓഫ് കിട്ടും. ഒരു 599 വരുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് 499 അത്രയായില്ലേ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. ഇവിടെ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫാനാണ് കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഹെൽത്തി ഡ്രിങ്ക്. ഇതൊരു നോർമൽ പ്രൊമോഷൻ ബേസ് അല്ല, യൂസ് ചെയ്ത് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നോക്കുക, ബെസ്റ്റ് പ്രോഡക്റ്റാണ്. അതോടൊപ്പം ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം. നിങ്ങളെന്താ ഞാൻ ഇടുന്ന വീഡിയോസ് കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ശരിയാണ്. എന്താണ് എൻ്റെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാത്ത? ഇൻസ്റ്റാ പേജ് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നു ഇൻസ്റ്റാ പേജ് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഫോളോ ചെയ്തൂടെ? നമ്മുടെ ദേവര കളക്ഷൻസ് വരുന്നതാണ് ഇൻസ്റ്റാ പേജ്. ഒന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. വരുന്ന ബെസ്റ്റ് കളേഴ്സിലുള്ള ഡ്രസ്സസും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഞാൻ തുടങ്ങിയിട്ടില്ല. വെബ്സൈറ്റ് ആവുന്ന ടൈമിൽ ഞാൻ അതും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ ഇൻസ്റ്റാ പേജിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ കളക്ഷൻസ് ഏതാണ്? ദേവര കളക്ഷൻസ്. ഇൻസ്റ്റയിൽ നോക്കുക. ഓർഡർ ചെയ്യാൻ മറക്കരുത്. ഒത്തിരി കോസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നല്ല, ലോ ബഡ്ജറ്റ് തന്നെയാണ്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് ഞാൻ മാക്സിമം റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് അറിയാമെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം ശരിയാ. ഇൻഫർമേഷൻ എപ്പോഴും ഷെയറിംഗ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഏത് ബേസ് ദേവര കളക്ഷൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.